തിരുവനന്തപുരം തിരുവല്ലത്ത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച സുരേഷിന്റെ മരണകാരണം ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ പരിക്കുകളോ മർദ്ദനത്തിന്റെ അടയാളങ്ങളോ ഇല്ല. സുരേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. മരണകാരണമല്ലെങ്കിലും കസ്റ്റഡിയിലിരിക്കെ സുരേഷിന് മർദ്ദനമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരും. VS അനു ആണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. അനു, സുരേഷിന്റെ മരണം അല്ലെങ്കിൽ മരണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് ഹൃദയാഘാതം മൂലമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മറ്റെന്തെല്ലാം വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്? കസ്റ്റഡിയിൽ മരണപ്പെട്ട സുരേഷിന്റെ മരണകാരണം ഹൃദയാഘാതം മൂലമാണെന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയിരിക്കുന്നു. ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ടിലും ഹൃദയാഘാതം മൂലമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അക്കാര്യം തന്നെ ഈ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നു. പ്രധാനമായും പറയുന്നത് അതേസമയം ശരീരത്ത് വലിയ പരിക്കുകളോ മർദ്ദനത്തിന്റെ അടയാളങ്ങളോ ഇല്ല, പക്ഷെ ചില പാടുകളുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന മരണകാരണമായിട്ടില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മരണകാരണം ആയിട്ടില്ല എങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിൽ സുരേഷിന് മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ പോലീസ് പരിശോധിക്കും. ക്രൈംബ്രാഞ്ച് നിലവിൽ ഈ കേസ് അന്വേഷിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റാണ് അന്വേഷണ ചുമതല. ആ ഒരു അന്വേഷണം തുടരുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ സുരേഷ് കുമാറിനെ ഈ സ്ഥലത്ത് നിന്നും പിടികൂടുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു. സുരേഷിനൊപ്പം പിടിയിലായ പ്രതികളും ഇക്കാര്യം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നടക്കും. ഏതായാലും നേരത്തെ പോലീസ് നിലപാടെടുത്തതുപോലെ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന പോലെ തന്നെ മരണകാരണം ഈ പറയുന്ന ഹൃദയാഘാതം മൂലമാണ്. ഒരു ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്ന യാതൊരു തെളിവുകളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പരിഷ. ശരി, VS അനുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.